ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക? ഗ്രാമറിൻ്റെ ടെൻഷൻ ഒന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് ഡയലോഗ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആ ഡയലോഗ്സ് കംപ്ലീറ്റ് വായിച്ചിട്ട് അതിൻ്റെ മീനിങ്ങും കൂടെ മനസ്സിലാക്കും. അപ്പോൾ ഇത് രാവിലെ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്ന ഡയലോഗ്സ് ആണ്. അപ്പോൾ രണ്ട് പേർക്ക് രണ്ട് ക്യാരക്ടേഴ്സ് ആണ്, എ ബി എന്നുള്ള ക്യാരക്ടേഴ്സിലാണ് ഡയലോഗ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് പാർട്ടിലോട്ട് പോകും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ബി എന്നുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. എ ഞാനായിരിക്കും, ബി നിങ്ങളായിരിക്കും. അപ്പോൾ എ ഞാൻ ഇവിടുന്ന് പറയും, ബി നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീനിൽ ഡയലോഗ്സ് എഴുതി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തേർഡ് പാർട്ടിൽ തിരിച്ചായിരിക്കും. എ നിങ്ങളായിരിക്കും, ബി ഞാനായിരിക്കും. ഓക്കെ, അപ്പോഴും ഡയലോഗ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രാക്ടീസ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞ ഈ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും നിങ്ങൾ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെയാണെന്നറിയോ? ആദ്യം നിങ്ങൾ ആ ഫസ്റ്റ് ഡയലോഗ്, ഇപ്പം ഞാൻ പറയുന്ന ഡയലോഗ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ആൻസർ പറയാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഡയലോഗ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്ലേ ചെയ്തിട്ട് ഒന്നും കൂടെ അത് കണ്ടിട്ട് പറഞ്ഞു പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ രണ്ട് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡയലോഗും പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയായിരിക്കും. കാരണം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, വീട്ടിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ഡയലോഗ്സ് തനിയെ നിങ്ങൾക്ക് വരും സംസാരിക്കാനായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഡയലോഗ്സ് ഒക്കെ കംപ്ലീറ്റ് കണ്ട് അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, എ ഗുഡ് മോർണിംഗ്, ഡിഡ് യു സ്ലീപ് വെൽ? ഗുഡ് മോർണിംഗ്, നീ നന്നായിട്ട് ഉറങ്ങിയോ? ബി യെസ് ഐ ഡിഡ്, ഹൗ അബൌട്ട് യു? യെസ്, ഞാൻ ഉറങ്ങി. ഹൗ അബൌട്ട് യു? നിനക്കെന്ത് തോന്നുന്നു? നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു? എ പ്രിറ്റി ഗുഡ്, ഐ ജസ്റ്റ് നീഡ് മൈ കോഫി ടു സ്റ്റാർട്ട് ദ ഡേ. പ്രിറ്റി ഗുഡ്, കൊള്ളാം. ഐ ജസ്റ്റ് നീഡ് മൈ കോഫി ടു സ്റ്റാർട്ട് ദ ഡേ, എനിക്കൊരു ദിവസം ആരംഭിക്കാനായിട്ടൊരു കോഫി അത്യാവശ്യമാണ്. ബി സെയിം ഹിയർ, ഐ വിൽ മേക്ക് കോഫി. സെയിം ഹിയർ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഐ വിൽ മേക്ക് കോഫി, ഞാൻ കോഫി ഉണ്ടാക്കാം. എ ഐ വിൽ ബ്രഷ് മൈ ടീത്ത് ബൈ ദ ടൈം യു മേക്ക് കോഫി, നീ കോഫി ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ പല്ല് തേക്കാം. ബി സൗണ്ട്സ് ഗുഡ്, സൗണ്ട്സ് ഗുഡ്, അത് നല്ലതാണെന്ന് തോന്നുന്നു. അതിനൊക്കെയാണ് നമ്മൾ ഈ സൗണ്ട്സ് ഗുഡ് എന്ന് പറയാറുള്ളത്. എ ഐ വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഓൺ ദ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബി വാട്ട് ആർ യു പ്ലാനിങ് ടു മേക്ക് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്, നീ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്? എ ഐ എം തിങ്കിങ് ഓഫ് മേക്കിംഗ് എഗ് സാൻഡ്വിച്ച്, ഞാൻ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ് ആലോചിക്കുന്നത്. ബി അമേസിങ്, ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് വിത്ത് എനിത്തിങ്? അമേസിങ്, അത് അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് എനിത്തിങ്, എന്തെങ്കിലും സഹായം വേണോ? എ ഷുവർ, കുഡ് യു ഗെറ്റ് സം എഗ്സ് ഫ്രം ദ ഫ്രിഡ്ജ്, നിനക്ക് കുറച്ച് മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ കഴിയുമോ? ബി ഷുവർ ഐ വിൽ ഗെറ്റ് ഇറ്റ്, തീർച്ചയായിട്ടും ഞാൻ എടുക്കാം. എ താങ്ക്സ്, ഐ വിൽ ഹീറ്റ് ദ പാൻ, താങ്ക്സ്, ഞാൻ പാൻ ചൂടാക്കാം. ബി ഡു വി ഹാവ് സം ചീസ് ടു ആഡ്, നമ്മളടുത്ത് കുറച്ച് ചീസ് ഉണ്ടോ ഇതിൽ ആഡ് ചെയ്യാനായിട്ട്? എ യെസ് വി ഹാവ്, ഐ ബോട്ട് സം ചീസ് ലാസ്റ്റ് വീക്ക്, യെസ് നമ്മളുടെ അടുത്തുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് ചീസ് വാങ്ങിച്ചിരുന്നു. ബി ഷുഡ് ഐ കട്ട് സം ഫ്രൂട്ട്, ഞാൻ കുറച്ച് പഴങ്ങൾ കട്ട് ചെയ്യണോ? എ യെസ് പ്ലീസ്, സം ബെറീസ് വുഡ് ബി നൈസ്, യെസ് ബെറീസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബി ഷുവർ ഐ വിൽ ഡു ഇറ്റ്, തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം. എ ഡൺ, a delicious breakfast is ready, കഴിഞ്ഞു, നമ്മുടെ രുചിയേറിയ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബി can't wait more, let's eat, കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ലെറ്റ്സ് ഈറ്റ്, കഴിക്കാം, നമുക്ക് കഴിക്കാം. ഇപ്പോൾ നിങ്ങൾ ആ ഡയലോഗ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു സെക്കൻഡ് പാർട്ടിൽ എ ഞാനായിരിക്കും, ബി നിങ്ങളായിരിക്കും. അപ്പം ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്ക്രീനിൽ രണ്ട് ഡയലോഗ്സും എഴുതി കാണിക്കുന്നതായിരിക്കും. റെഡി? ഓക്കെ. ഗുഡ് മോർണിംഗ്,
Did you sleep well? Pretty good. I just need my coffee to start the day. I'll brush my teeth by the time you make coffee. I'll get started on the breakfast. I'm thinking of making egg sandwich. Yes, sure. Could you get some eggs from the fridge? Thanks, I'll heat the pan. Yes, we have. I bought some cheese last week. Yes, please. Some berries would be nice. Done. Our delicious breakfast is ready. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ഓക്കെ, എ ഞാനായിരുന്നു, ബി നിങ്ങളായിരുന്നു. ഇനി നമുക്ക് തിരിച്ചു ചെയ്യാം. ഓക്കെ, ഇനി എ നിങ്ങളാണ്, ഓർത്ത് വെക്കുക. എ ആണ് നിങ്ങൾ, ബി ഞാനായിരിക്കും. റെഡി? യെസ്, ഐ ഡിഡ്. ഹൗ അബൌട്ട് യു? സെയിം ഹിയർ. I'll make coffee. Sounds good. What are you planning to make for the breakfast? Amazing. Do you want me to help with anything? Yes, sure. I'll get it. Do we have some cheese to add? Should I cut some fruit? Sure, I'll do it. Can't wait more. Let's eat. Okay. അപ്പം നമ്മുടെ ഡയലോഗ് കോൺവെർസേഷൻ, അതായത് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും കഴിഞ്ഞു അല്ലേ? അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായോ? അപ്പം ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓർമ്മയുണ്ടല്ലോ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് നോക്കുക, നിങ്ങൾക്കിത് പറയാൻ പറ്റുന്നുണ്ടോ എന്നറിയാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.